1978 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ഈ നാടിന്റെ പൊന്നോമന പുത്രൻ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ 33ാം ചരമവാർഷിക ദിനമാണിന്ന്. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ലബ്ധിയിലൂടെ മലയാളത്തിന്റെ യശസ് വാനോളമുയർത്തിയ മഹാകവിയെ നമുക്ക് അനുസ്മരിക്കേണ്ട ദിനം കൂടിയാണ് ഇന്ന്. 20ാം നൂറ്റാണ്ടിലെ അതുല്യനായ സിംബോളിക് കവിയായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. സൂര്യകാന്തി, ഓടക്കുഴൽ, പഥികന്റെ പാട്ട്, ജീവന സംഗീതം തുടങ്ങിയ ഒട്ടേറെ കവിതാ സമാഹാരങ്ങളും കുട്ടികൾക്ക് വേണ്ടി ഒട്ടേറെ ലഘു കവിതകളും ചന്ദനക്കട്ടിൽ, പെരുന്തച്ചൻ തുടങ്ങിയ ആഖ്യാന കവിതകളും ജി ശങ്കരക്കുറുപ്പ് രചിച്ചിട്ടുണ്ട്. ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിലൂടെ അദ്ദേഹം കവിതാരംഗത്തിന് നൽകിയ സംഭാവനകൾ അതുല്യമായി തന്നെ പരിഗണിക്കാം. ശ്രേഷ്ഠനായ കവി, ആരാധ്യനായ അധ്യാപകൻ, ഉജ്ജ്വലനായ വാഗ്മി, രാജ്യസഭാംഗം, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം ജീവിത അവസാനം വരെ കർമ്മനിരതനായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് പാവനമായ ഈ ഗ്രാമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ നാം ഓരോരുത്തരും പരമഭാഗ്യവാന്മാരാണ്. മധുരം, സൗമ്യം, ദീപ്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിന്റെ ശില്പത്തിന് മുന്നിൽ ശിരസ് നമിച്ചിട്ടാണ് ഞാൻ ആദ്യമായി ഈ സ്കൂളിനുള്ളിൽ പ്രവേശിച്ചത്. ഓലപ്പീപ്പി, ഇളം ചുണ്ടുകൾ, സൂര്യകാന്തി എന്നെല്ലാം പേരിട്ടിരിക്കുന്ന കെട്ടിടങ്ങളും എന്നെ അന്ന് വളരെയധികം ആകർഷിച്ചിരുന്നു. കാറ്റടിച്ചോമനെ വീണിടല്ലേ, കാലത്തെ വെയിലേറ്റു വാടിടല്ലേ എന്നു പാടിയ കവി ആ ഇത്തിരി പൂവിനെ കുറിച്ച് പാടിയപ്പോൾ തീർച്ചയായും നിങ്ങളെ പോലെയുള്ള കുട്ടികളെയായിരിക്കും അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. കവി ആഗ്രഹിച്ചതുപോലെ കാലത്തിന്റെ വഴികളിൽ കാറ്റടിച്ചു വീഴാതിരിക്കാനും കാലിടറി പോകാതിരിക്കാനും വാടിപ്പോകാതിരിക്കാനുമുള്ള ആർജവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ മനസ്സ് നമിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.